യേശുവിൽ പ്രിയപ്പെട്ടവരെ, രുചികരമായ അപ്പമുണ്ടാക്കാൻ തലേ ദിവസം രാത്രിയിൽ തന്നെ വീട്ടമ്മ മുഴുവൻ മാവിനോടൊപ്പം ഒരല്പം പുളിമാവ് ചേർത്ത് വയ്ക്കും. രാവിലെ ആകുമ്പോൾ ആ പുളിമാവ് മുഴുവൻ മാവിനെയും പൊളിപ്പിച്ച് അപ്പം തയ്യാറാക്കാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സർവ്വ മേഖലകളെയും, ചിന്ത, സംസാരം, പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന പുളിമാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ പുളിമാവ് തീർത്തും ലൗകികവും ഭൗതികവുമാണെങ്കിൽ സ്വാർത്ഥതയോടെ നമ്മൾ പെരുമാറുന്നു. നമ്മളെ മനുഷ്യരുമായി അടുപ്പിക്കാതെ അകറ്റിക്കളയുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടായെന്ന് വരാം, നാശത്തിലേക്ക് നയിക്കാം. എന്നാൽ നമ്മുടെ ഉള്ളിലെ പുളിമാവ് ആത്മീയതയും ദൈവികതയും ഒക്കെ നിറഞ്ഞ മനോഭാവമുള്ളതാണെങ്കിൽ അത് നമ്മുടെ മുഴുവൻ പ്രവൃത്തികളിലും ആ ഒരു ദൈവിക കാഴ്ചപ്പാട് കൊണ്ടുവരികയും മനുഷ്യരിലേക്ക് നിസ്വാർത്ഥമായി ഇറങ്ങിച്ചെല്ലാനും സ്നേഹകൂട്ടായ്മ രൂപപ്പെടുത്തുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഇനിയും ഒത്തിരി പ്രബോധനങ്ങളും ഒത്തിരി ചിന്താഗതികളും ആകുന്ന പുളിമാവ് നമ്മളെ തേടിയെത്തും. ഏത് നമ്മൾ സ്വീകരിക്കുന്നു എന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാം. മോശമായ പുളിമാവ്, മോശമായ പ്രബോധനങ്ങൾ, ചിന്താഗതികൾ സ്വീകരിക്കാതിരിക്കാൻ വളരെ കരുതലോടെ നമുക്കായിരിക്കാം. നല്ല പുളിമാവ് എപ്പോഴും സ്വീകരിക്കുവാൻ, നല്ല പ്രബോധനങ്ങളും നല്ല ആശയങ്ങളും ചിന്താഗതികളും ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.